ഹലോ ഡിയേഴ്സ്, മാംഗല്യം തന്തനാനിന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നിധി ഫുൾ സാഡാണ് കേട്ടോ. നിധി ആദ്യം അനിയൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. അനിയൻ വിരച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്താ പറഞ്ഞത്, എന്നെ ചേച്ചിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇത്രയും വലിയ കുടുംബത്തിൽ പോയി കഴിഞ്ഞ് ഗൗതമേട്ടൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഏട്ടൻ ചെയ്യില്ലേ? ചേച്ചി എന്നെ വേണം വെച്ച് പഠിപ്പിക്കാത്തതാണ്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നല്ല വില കൂടിയ ബൈക്കുകളുണ്ട്, അതേപോലെ വില കൂടിയ എല്ലാ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അതിനെന്തെങ്കിലും വാശി പിടിക്കുന്നുണ്ടോ? എൻ്റെ ഈ ഒരു ആഗ്രഹം ചേച്ചിക്ക് നടത്തി തരാൻ പറ്റുന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് നിധിയോട് അനിയൻ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ചന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരതും പറഞ്ഞ് പോയി കഴിഞ്ഞ് നിധി പറയുന്നുണ്ട്, എന്താ അമ്മേ നമ്മുടെ സങ്കടവും മനസ്സിലാക്കാത്തത്? ഇത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ കഴിയുന്നതെന്ന് അവനക്ക് അറിയില്ലേ? എന്നിട്ടും എന്നെക്കൊണ്ടാവണതുപോലെ ഞാൻ അവനോട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് അവൻ ഇങ്ങനെ പറയുന്നത് പറഞ്ഞ് നിധി സങ്കടം പറയണം അമ്മയുടെ അടുത്ത്. ഇത് കഴിഞ്ഞ് നമ്മുടെ രേണുവിക്കൊരു പോയിൻ്റ് കിട്ടിയിരിക്കുകയാണല്ലേ. ST കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഇവൻ വഴക്കുണ്ടാക്കിയ കാര്യമെല്ലാം രേണുക വിളിച്ച് വസുന്ധരയല്ല ശിവാനിയുടെ അടുത്ത് പറയണം. ശിവാനിയാണെങ്കിൽ ഈ സമയം ജ്യൂസ് കൊടുക്കാനായിട്ട് വസുന്ധരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫോണ് ചെവിയിൽ വയ്ക്കാൻ പറ്റുന്നില്ല. ഒരു കയ്യിൽ ജ്യൂസും ഒരു കയ്യിൽ ഫോണാണല്ലോ. അപ്പോൾ അത് സ്പീക്കർ മോഡിലിടുമ്പോൾ രേണുക പറയുന്ന എല്ലാ കാര്യങ്ങളും വസുന്ധര കേൾക്കുന്നുണ്ട്. എന്താണ്, 5 ലക്ഷം രൂപ വേണം അവന് പഠിക്കാനായിട്ട്. അപ്പോൾ നിധി സങ്കടത്തോടെ ആയിരിക്കും അവിടെ കയറി വരിക. വന്നു കഴിഞ്ഞാൽ ഈ കാര്യം എന്തായാലും ഗൗതമിനോട് അവതരിപ്പിക്കും. 5 ലക്ഷം രൂപ പഠിക്കാനായിട്ട് കൊടുക്കും. ഒരു കാരണവശാലും അത് കൊടുക്കരുത്, അത് തടയണം എന്നെല്ലാം ശിവാനിയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ പറയുന്നതെല്ലാം വസുന്ധര ആൻറ്റി കേൾക്കുന്നുണ്ട്, മാഡം കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുമെന്ന് പറയണം. ഫോൺ വെച്ചതിന് ശേഷം വസുന്ധര പറയും, അവളുടെ ഒരു അടവ് നടക്കില്ല ഇവിടെ, അനിയനെ പഠിപ്പിക്കൽ നടക്കില്ല, എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോവില്ല അവളെന്ന് പറഞ്ഞ് വസുന്ധര ദേഷ്യത്തിൽ ശിവാനിയുടെ അടുത്ത് സംസാരിക്കണം. അത് കഴിഞ്ഞ് നടക്കുന്നത് എന്താണ്, നമ്മുടെ നിധി സങ്കടത്തോടെ ഉള്ളിലോട്ട് കയറി വരികയാണ്. വന്നതും പാറുവിനെ കണ്ടുമുട്ടുകയാണ്. പാറു, എന്താണ് മോളെ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്താണ് കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കണം. ഒന്നുമില്ല അമ്മയെന്ന് ആദ്യം പറയും. പിന്നെ നമ്മുടെ നിധിയോട് ഒന്നും കൂടെ ചോദിക്കുമ്പോൾ നിധി നല്ല പൊട്ടിക്കരച്ചിലായിരിക്കും. അപ്പോൾ എന്താ മോളെ സങ്കടം, നീ എന്ന് പറയുമ്പോൾ അനിയൻ എൻ്റെ നേർക്ക് വിരലിച്ചുകൊണ്ട് സംസാരിച്ചു അമ്മ, അവനിക്ക് ST കോളേജിൽ പഠിക്കണം, അപ്പോൾ അതിന് 5 ലക്ഷം രൂപ വേണം, അത് വേണമെന്ന് പറഞ്ഞ് അവൻ എൻ്റെ വാശി പിടിക്കണേ. ചേച്ചി ഇത്രയും വലിയ കുടുംബത്തേക്ക് പോയിട്ട് ചേച്ചിക്ക് എന്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചുകൂടാ എന്ന് അവനെന്നെ ചോദ്യം ചെയ്തു. അമ്മ എനിക്കിത് സങ്കടമായി എന്ന് പറയണം. നീ എന്തിനാ അതിന് കരയുന്നത്, നമുക്കവനെ പഠിപ്പിക്കാമല്ലോ, ഗൗതം പൈസ കൊടുക്കുമല്ലോ, 5 ലക്ഷം രൂപ, അത് നിസ്സാര കാര്യമല്ലേ, നീ എന്തിനാ ടെൻഷനാവുന്നേന്ന് പറയണം. അപ്പോൾ ഇത് കേട്ട് വസുന്ധര മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. അത് ശരി, ദരിദ്ര കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ എടുത്തതും പോരാ, ഇനി അവളുടെ കുടുംബത്തിൽ എല്ലാവരെയും നോക്കണമെന്നോ? അതൊട്ടും നടക്കില്ല. എൻ്റെ മോൻ്റെ പൈസ ഞാൻ ആർക്കും കൊടുക്കില്ല, ഇവളുടെ അനിയനിക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ പൈസ കൊടുക്കില്ല പറഞ്ഞ് നിധിയുടെ അടുത്ത് വസുന്ധര പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് തന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ കാശ് ഒന്നുപോലും എനിക്ക് വേണ്ടാന്ന്, ഞാൻ സമ്പാദിച്ച പൈസ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നിങ്ങളുടെ മോൻ്റെ അടുത്ത് നിന്നാണെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്നാണെങ്കിലും ആ പൈസ വേണ്ട, ഞാനിത് വാങ്ങിത്തരില്ല എന്ന് തന്നെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നടക്കുന്നത് വൈകുന്നേരം സീനാണ് കേട്ടോ. നമ്മുടെ ഗൗതം ആ ചൈനീസിൻ്റെ ടെൻഡർ ഉണ്ടല്ലോ, ചെന്നൈ, ആ ടെൻഡർ പിടിച്ചെടുക്കാനുള്ള എല്ലാ തത്രപ്പാടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ആ ഒരു സമയത്ത് നിധി പാലുമായിട്ട് റൂമിലോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞ് ഗൗതമിനോട് സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഒന്നുപോലെ 2 വട്ടം വിളിക്കുമ്പോൾ ഗൗതമിൻ്റെ ചെവിയിൽ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കുമ്പോൾ എന്താണ് നിധി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ കത്തുകയാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്ക് ദേഷ്യം വരും, ദേഷ്യം സങ്കടം എല്ലാം കൂടെ വരും. എൻ്റെ അനിയനും എന്നെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡും അതേപോലെ പറഞ്ഞു, അനിയനും എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, ഗൗതമേട്ടനാണെങ്കിലും ദേഷ്യപ്പെട്ടു, എനിക്കൊരു രക്ഷയില്ല പറഞ്ഞ് നമ്മുടെ നിധി ഒരേ കരച്ചിലാണ്. ഇത് കണ്ട് ഗൗതമിന് സങ്കടവും, എന്ത് പറ്റി നിധി, സോറി, ഞാൻ നമ്മുടെ ആ ടെൻഡർ പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ്, അതിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല, അതിൻ്റെ ടെൻഷനിൽ ഇരുന്ന കാരണമാണ്. ചന്ദ്രബോസ് ഇപ്പോൾ നമ്മളെ എതിർക്കാനായി വന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ആ ടെൻഡർ നമ്മൾ പിടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നിധിയെ ഗൗതം സമാധാനിപ്പിക്കുകയാണ്. നമ്മുടെ വസുന്ധരയുടെ മനസ്സിലെ പ്ലാൻ എന്താണ്, ശിവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശിവാനി, ഗൗതം എങ്ങനെയാണെങ്കിലും ചന്ദ്രബോസിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതായത് കമ്പനി രക്ഷിക്കാൻ വേണ്ടി ആ ടെൻഡർ പിടിച്ചെടുക്കാനുള്ള എല്ലാതും ചെയ്യും. നമ്മുടെ നിധിയുടെ ഒരു
അച്ഛൻ കൂടിയാണല്ലേ ചന്ദ്രബോസ്. അപ്പം നിധി ആ ഒരു ഗണത്തിലുള്ളത് കാരണം നിധിയെ നമുക്ക് വേഗം പൂട്ടാൻ സാധിക്കും. ഇവിടെ നടക്കുന്ന നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചന്ദ്രബോസിനെ അറിയിച്ച്, അപ്പോൾ ഇത് അറിയിച്ചത് ആരാണെന്ന് പറയണം? നിധിയാണെന്ന് പറയണം. അപ്പോൾ അവിടെ ഒരു വഴക്ക് നടക്കുമല്ലോ. അപ്പോൾ ഈ ടെൻഡർ എൻ്റെ മോനിക്ക് ഒരിക്കലും കിട്ടാൻ പറ്റില്ല. ചന്ദ്രബോസിൻ്റെ എന്തെങ്കിലും ജയിക്കണം, അതെൻ്റെ വാശിയാണ് എന്നെല്ലാം ശിവാനിയുടെ അടുത്ത് വസുന്ധര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയാണ് വസുന്ധര എന്ന് പറയുന്ന ഗൗതമിനി എന്ത് പറയും? എൻ്റെ അമ്മയല്ല. ആ ഒരു സന്ദർഭമാണ് ഇനി വസുന്ധര അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.